തനിമയിലേക്ക് എന്ന ചാനൽ ദൈവനാമത്തിൽ ഏവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട സൽപ്രവൃത്തികൾക്കായി ഈ ലോകത്തിൽ ആകപ്പെട്ടിരിക്കുന്ന നമ്മെ ദൈവം തൻ്റെ നാമമഹത്വത്തിനായി വിവിധ രീതിയിൽ എടുത്ത് ഉപയോഗിക്കുന്നത് ചരിത്രത്തിൽ കൂടെ നാം കണ്ടുവരികയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൽ തിരുവചനം രണ്ട് വ്യക്തികളെ ദൈവ ശുശ്രൂഷയ്ക്കായി എടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യങ്ങൾ വായിക്കുന്നു. കർത്താവ് അവളോട്, മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയും ഇല്ല. ദൈവ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് സൂക്ഷിക്കുവാനുള്ള, ജാഗ്രത പാലിക്കുവാനുള്ള ഒരു കാര്യമാണ് കർത്താവിടെ പറയുന്നത്. നല്ല അംശം തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുന്ന നല്ല അംശം ആരും അപഹരിക്കുവാൻ സാധ്യമല്ലാത്തതായിരിക്കണം. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതയും തിരക്കും എല്ലാം പല സത്യങ്ങളും നമ്മിൽ നിന്നും അപഹരിക്കുവാൻ കാരണമായി തീരുന്നുണ്ട്. ജീവിതത്തിൻ്റെ തിരക്ക്, ജീവിതത്തിലെ ഉത്കർഷേച്ഛ, നാം ആരൊക്കെയോ എന്തൊക്കെയോ ആണ് എന്നുള്ള സ്വയം അവബോധം, ഇവയൊക്കെയും നമ്മെ നമ്മുടെ വിളിയിൽ വഴിതെറ്റിക്കുവാൻ പലപ്പോഴും കാരണമായി തീരുന്നു. മാർത്തയും മറിയയും ഒരേ ഭവനത്തിൽ വസിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന രണ്ട് സഹോദരിമാർ. യേശു അവരുടെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ മാർത്ത ശുശ്രൂഷകളാൽ വ്യാപൃതയായി വളരെയധികം കുഴഞ്ഞു. അവൾ കർത്താവിനോട് തൻ്റെ സഹോദരിയെക്കുറിച്ചുള്ള ആവലാതിയുമായി കടന്നു ചെല്ലുക. അപ്പോൾ കർത്താവ് മാർത്തയോട് പറഞ്ഞ മറുപടിയാണ് നമ്മളിവിടെ വായിച്ചത്. മറിയ മാർത്തയെ ഒരു കാര്യത്തിലും സഹായിക്കുന്നില്ല. സഹായിക്കാതെ യേശുവിൻ്റെ പാദത്തിലിരിക്കുക. എന്നാൽ മാർത്ത വളരെ ശുശ്രൂഷകളിൽ കുഴഞ്ഞു, വളരെയധികം അധ്വാനിക്കുന്നു. കർത്താവിന് വേണ്ടി എത്ര ചെയ്താലും മതിയാകാത്ത വിധത്തിൽ അവളുടെ മനസ്സ് വെമ്പൽക്കൊള്ളുകയാണ്. ആ വ്യഗ്രതയിൽ അവൾ മാനസികമായും ശാരീരികമായും ക്ഷീണിച്ചു. അപ്പോൾ അവർ കർത്താവിൻ്റെ അടുത്ത് ആവലാതിയുമായി അടുത്ത് ചെന്നു. സ്വാഭാവികമാണ്. അപ്പോൾ കർത്താവ് അതിനെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മറിയയുടെ തിരഞ്ഞെടുപ്പിനെ കർത്താവ് ശ്ലാഘിക്കുക. കാരണം അവൾ നല്ല ഉറച്ച തീരുമാനത്തോടെ, ഉറച്ച കാൽവയ്പോടെ കർത്താവ് എന്തു പറയുന്നുവോ അത് മാത്രം ചെയ്യുവാൻ യേശുവിൻ്റെ കാൽപാദത്തിൽ ഇരിക്കുക. മറ്റൊന്നും അവൾക്കറിയണ്ട. യേശുവിൻ്റെ കാൽപാദത്തിലിരുന്ന കർത്താവ് എന്തൊക്കെ അവളോട് പറയുന്നോ അത് മാത്രം ചെയ്തു. ചെയ്യുവാനുള്ള സന്നദ്ധത യേശു ആഗ്രഹിക്കുന്നതും അതുതന്നെ. കർത്താവിൻ്റെ ജീവിതകാലത്ത് കർത്താവും പറയുന്നുണ്ട്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവിക ശുശ്രൂഷക്കാരനും കർത്താവ് എന്താവശ്യപ്പെടുന്നുവോ
അതുമാത്രം ചെയ്യുവാനുള്ള ആഹ്വാനം കർത്താവ് നൽകുകയാണ്. അത് ആ ഒരു തീരുമാനം, ആ ഉറപ്പ്, അതിൽ നിന്നും അവരെ വ്യതിചലിപ്പിക്കുവാൻ ആർക്കും ഒരു ശക്തിക്കും കഴിയുകയില്ല. രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രതിബിംബിക്കുന്നു? മാർത്തയുടെയും മറിയയുടെയും ശുശ്രൂഷകളെ നാം നോക്കുമ്പോൾ ഈ സത്യം, കർത്താവ് പറഞ്ഞ ഈ സത്യം എങ്ങനെയാണ് പ്രതിഫലിച്ച് കാണുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാർത്തയുടെയും മറിയയുടെയും സഹോദരൻ ലാസർ മരിക്കുന്ന രംഗം. ലാസർ മരിച്ച 4-ാം നാൾ കർത്താവ് ബഥാനിയയിൽ വരികയാണ്. യേശു വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് മാർത്ത അവനെ എതിരേൽക്കുവാൻ ഓടിച്ചെന്നു. മാർത്തയെ കണ്ട കർത്താവ് അവളൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിൽ ഇരുന്നു. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, എന്തെല്ലാം പ്രശ്നം വന്നാലും ഓടിച്ചാടി നടക്കുകയല്ല ദൈവിക ശുശ്രൂഷ എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. മാർത്ത എതിരേൽപ്പാൻ കർത്താവ് ആയിരിക്കുന്നിടത്തേക്ക് ചെന്നു. അവിടെ ആവലാതിയും സങ്കടവും ഒക്കെയുള്ള കർത്താവിനോട് അറിയിക്കുക. കർത്താവ് അവളോട് മറുപടി പറയുന്നത് കുറേയൊക്കെ തത്വജ്ഞാനത്തിൽ കൂടെയൊക്കെ പറയുന്നുണ്ട്. കുറച്ചു നേരം കാത്തിരുന്നിട്ടും യേശു മാർത്തയാവിനെ എതിരേറ്റ സ്ഥലത്തു നിന്നും അണുവിട മാറുന്നില്ല. ഇത് മനസ്സിലാക്കിയ മാർത്ത ഭവനത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് സഹോദരി മറിയയോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അവിടെ ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് മറിയ അവിടെ നിന്നും എഴുന്നേറ്റ് മറിയ യേശുവിൻ്റെ അടുത്ത് ചെന്നു മാർത്ത പറഞ്ഞ അതേ കാര്യം തന്നെ മറിയയും കർത്താവിൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. രണ്ടുപേരോടുമുള്ള കർത്താവിൻ്റെ പ്രതികരണം, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരേ പ്രശ്നം, രണ്ടുപേർക്കും ഒരേ പ്രശ്നം, രണ്ടുപേരും ഒരേ രീതിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രശ്നങ്ങളെ അവതരിപ്പിച്ചു. രണ്ടുപേരോടും രണ്ട് രീതിയിലാണ് കർത്താവ് പ്രതികരിച്ചത്. മാർത്ത അവളുടെ സങ്കടവും പ്രയാസവും വിശ്വാസത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ പ്രതികരണത്തിൽ യാതൊരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. എന്നാൽ മറിയ തൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും മാർത്ത പറഞ്ഞ അതേ വാചകം തന്നെ ഉപയോഗിച്ച് പറഞ്ഞപ്പോൾ യേശു ഉള്ളം കലങ്ങി കണ്ണുനീർ വാർത്തു. അവനെ വെച്ചത് എവിടെ? അവിടെ അത്ഭുതം നടക്കും. വിശ്വാസ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ കർത്താവിൻ്റെ പാദത്തിങ്കിൽ നമുക്കിരിക്കാം. ആരും അപഹരിക്കാത്ത ദൈവാശ്രയവും ദൈവവിശ്വാസവും നമ്മുടെയും കൈമുതലായിരിക്കുവാൻ ദൈവകൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം.